സംസ്ഥാനം അതിദാരിദ്ര്യം മുക്ത സംസ്ഥാനം എന്ന പദവി കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം സഭയിലുണ്ടായി. പ്രതിപക്ഷ നേതാവ് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. സഭയ്ക്ക് പുറത്ത് ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി ചിലത് പറയുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തെറ്റായ കാര്യം ആണ്. തട്ടിപ്പെന്ന് പറയുന്നത് സ്വന്തം ശീലം കൊണ്ടാണ് എന്ന് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും മറുപടി നൽകുകയും ചെയ്തു മുഖ്യമന്ത്രി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അവസാന മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഒരു കുടുംബത്തെ കൂടി ദാരിദ്ര്യമുക്തമാക്കാൻ ഉണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചരിത്രപ്രധാനമായതാണ് ഈ നിയമസഭാ സമ്മേളനം. നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ എന്ന് ആവർത്തിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ ഇതോടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രഖ്യാപനം നടത്തിയത്. ചട്ടം 300 പ്രകാരം ഇന്ന് ഇതുമാത്രമാണ് നിയമസഭയിൽ നടക്കുക. പ്രതിപക്ഷത്തിന് രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. സഭാ സമ്മേളനം ആരംഭിച്ച സമയം മുതൽ കൈയടിച്ച് ബഹളം ഉണ്ടായിരുന്നു. പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള ബഹളവും ഉണ്ടായിരുന്നു സഭയിൽ. തുടർന്ന് മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തി. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം. ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറി എന്ന് പറയുമ്പോഴും അതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇത് കണ്ടെത്താൻ സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു പദവിയിലേക്ക് എത്താനായി സ്വീകരിച്ചത് എന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി സഭയിൽ വിവരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇതിലെ വ്യക്തത, കൃത്യത തുടങ്ങിയ കാര്യങ്ങളിൽ നിലവിൽ ആരോപണങ്ങൾ നിരവധി ഉയരുന്ന സമയത്തും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ പ്രഖ്യാപനം നടത്തി. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് ഇത് ഉണ്ടായത്. അമൽ തേനപ്പറമ്പിൽ ചേരുന്ന വിവരങ്ങളുമായി. അമൽ, വലിയ ബഹളങ്ങൾക്കും പ്രതിഷേധത്തിനുമൊക്കെ ഇടയിലും മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷത്തിനെ വിമർശിക്കുന്നതടക്കം ചെയ്തു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന പദവി പ്രഖ്യാപനവും നടത്തി. വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, കേരളം ഇന്ന് മുതൽ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. കേരളം രൂപീകരിച്ച് അതിൻ്റെ 69ാം വാർഷിക ദിനത്തിൽ, കേരളപ്പിറവി ദിനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ ചട്ടം 300 പ്രകാരമുള്ള പ്രഖ്യാപനം നടത്തിയത്. പ്രതിപക്ഷത്തിൻ്റെ സാന്നിധ്യമില്ലാതെയായിരുന്നു ആ പ്രഖ്യാപനം. മന്ത്രി MP രാജേഷ് ഈ ചട്ടം അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം സംസാരിച്ചു. അതിന് സ്പീക്കർ അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ മുഖ്യമന്ത്രി സംസാരിക്കാൻ എണീക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് സഭ ബഹിഷ്കരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. ചട്ടം 300 പ്രകാരം ഒരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ, പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെങ്കിൽ അത് പ്രതിപക്ഷത്തോടു കൂടി കൂടിയാലോചിക്കേണ്ടിയിരുന്നു. സഭയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്തത്, അതും ശനിയാഴ്ച ദിവസം വിളിച്ചു ചേർത്തത് സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരാണ് എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെതായി തുടരുന്നു. സഭയിൽ നിസ്സഹകരണം പ്രഖ്യാപിച്ചാണ് പ്രതിപക്ഷം അവസാന ദിവസം കഴിഞ്ഞ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയത്. അപ്പോൾ അക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത്. അതിരൂക്ഷമായ വിമർശനമാണ് മന്ത്രി MP രാജേഷും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷത്തിന്റെ ഈ നിലപാടിനെതിരെ സ്വീകരിച്ചത്. അതായത് പ്രതിപക്ഷം ഈ നാടിനോട് ചെയ്ത വഞ്ചനയാണ് സഭാ ബഹിഷ്കരണ നടപടിയെന്ന് MP രാജേഷും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഈ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. അത് സ്വന്തം ശീലം കൊണ്ട് തോന്നുന്നതാണ് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചു. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രമേയത്തിൽ എങ്ങനെയാണ് ഈ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനത്തിലേക്ക് കേരളത്തെ വളർത്തിയത് എന്നുള്ള കാര്യം വിശദമായി തന്നെ പറഞ്ഞു വെച്ചു. 60,004 ആളുകളെ കണ്ടെത്തിയത് മുതൽ അവരെ ആ പട്ടികയിൽ നിന്നും, അതിദരിദ്രർ എന്നുള്ള പട്ടികയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുവാനായി സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഓരോന്നായി വിശദീകരിച്ചാണ് മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയത്. എന്തായാലും രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേസമയം പ്രതിപക്ഷം സഭയ്ക്ക് പുറത്ത് അതിരൂക്ഷമായ വിമർശനമാണ് ഈ കണക്കുകൾ സംബന്ധിച്ച്. ഇങ്ങനെ ഒരു കണക്കിലേക്ക് എത്തി? ഈ 60,004 ആളുകൾ മാത്രമായിരുന്നോ സംസ്ഥാനത്ത് അതിദരിദ്രം എന്നുള്ള കണക്കിലുണ്ടായിരുന്നത്? ആദിവാസി വിഭാഗങ്ങളടക്കം ഇപ്പോഴും വലിയ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞു തുടങ്ങിയ ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. ഇന്ന് വൈകിട്ട് വിപുലമായൊരു പരിപാടി കൂടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി. നടൻ മോഹൻലാൽ, കമലഹാസൻ അടക്കമുള്ള സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരെ എല്ലാം അണിനിരത്തിക്കൊണ്ടാണ് ഔദ്യോഗികമായ ഈ സഭയ്ക്ക് അകത്തെ പ്രഖ്യാപനം എന്നതിന് പുറത്ത് സഭയ്ക്ക് പുറത്തും അതിന് സമാനമായി തന്നെ സഭയ്ക്ക് പുറത്തും വലിയ ആഘോഷമായി തന്നെ ഈ ഒരു പ്രഖ്യാപനം കൊണ്ടാടാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ആ പരിപാടി നടക്കുക. മോദി,
ശരി അമൽ, വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ. അതിനേക്കാൾ ഗംഭീരമായ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. പ്രശസ്ത സിനിമാ താരങ്ങൾ അടങ്ങുന്ന പരിപാടിയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി പൂർണ്ണമായും അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് പറയുമ്പോൾ സമ്പന്നതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ചിലരെ വിളിച്ചു ചേർത്ത് ഒരു യോഗം നടത്തുന്നതിലെ ഔചിത്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊന്ന്, ഇനി പൊതുച്ചോറ് വിതരണം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പ്രസക്തി നഷ്ടപ്പെടുമായിരിക്കും എന്നും കരുതുകയാണ്. അതിദരിദ്രരില്ലാത്തിടത്തോളം കാലം ഒരു പൊതുച്ചോറിന് ആരും ബുദ്ധിമുട്ടുമെന്ന് കരുതുന്നില്ല. അങ്ങനെയൊക്കെ ദാരിദ്ര്യവും അതിദാരിദ്ര്യവും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട് ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുന്ന സംസ്ഥാനത്ത് ഇനി അത്തരത്തിലൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ദിവസം 180 രൂപ കൂലി ലഭിക്കാത്ത ഒരു മനുഷ്യനും ഇന്നാട്ടിലില്ല എന്നത് വളരെ വിചിത്രമായി നമുക്ക് ഈ ഘട്ടത്തിലും തോന്നുന്നു. പക്ഷേ അതിന് ഉപോത്ബലമായ ചില കണക്കുകൾ മുഖ്യമന്ത്രി നിരത്തുകയും ചെയ്തിട്ടുണ്ട്. ആ കണക്കുകൾ എത്രത്തോളം ശരി എന്നത് ചോദിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക്, പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷമടക്കമുള്ളവർ കടക്കുകയും ചെയ്യുന്നു. പൊതുജനങ്ങൾക്കും വലിയ സംശയം ഇക്കാര്യത്തിൽ ഉണ്ട്. എന്താണ് നമ്മുടെയൊക്കെ കൺമുന്നിൽ നടക്കുന്നത് എന്ന്. അങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി, ഒരു കാര്യത്തിൽ കൂടി നമ്പർ 1 ആകുന്നു കേരളം. അത് അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനം എന്ന നിലയിലാണ്.